ഹേ ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ആ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ റമദാനിലെ 4ാമത്തെ വ്ളോഗാണിത്. മറ്റ് വ്ളോഗുകളൊന്നും കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തും. അപ്പോൾ നോമ്പ് കാലത്ത് എൻ്റെ വാഷിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ദിവസത്തിൽ ഒരിക്കലാണ് ഞാൻ വാഷ് ചെയ്യൽ. അതുപോലെ തന്നെയാണ് മുറ്റടിക്കാറുള്ളതും. പക്ഷെ വെള്ളം അടിക്കുന്നത് എല്ലാ ദിവസവും ചെയ്യും. അപ്പോൾ എന്തെന്ന് വെച്ചാൽ എനിക്ക് മുറ്റടിക്കാനും വാഷിങ്ങുള്ള സമയങ്ങളിൽ ഞാൻ അത്താഴം കഴിക്കാതെ അത്താഴം കഴിച്ചിട്ട് ഉറങ്ങൂല. പിന്നെ അത്രയും ഒരു പണികളൊക്കെ തീർന്ന് വരുമ്പോഴത്തേക്ക് തന്നെ 9-9:15 ആ ഒരു ടൈം ആവട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മെഷീനിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ മുറ്റടിക്കാൻ പോയിട്ടുണ്ട്. അപ്പം മുറ്റടിക്കാൻ പോയപ്പം മൊത്തമായിട്ട് ലീഫൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്ന സമയമാണല്ലോ. അപ്പം എങ്ങനെ അടിച്ചു കഴിഞ്ഞാലും ഇപ്പം ഞാൻ അടിച്ച് വാരി കളഞ്ഞിട്ട് പിന്നെ അങ്ങനെ അകത്തേക്ക് കയറിയതാണ്. അപ്പോൾ നമ്മളെപ്പം അടിച്ചു കഴിഞ്ഞാലും ഇല്ലേ, ഇപ്പോൾ ഒരു സമയത്ത് സ്റ്റാർട്ടിങ് ഫ്രം ഡിസംബർ ടു ഏപ്രിൽ ആ ഒരു സമയങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അടിച്ച് വന്നാലും അടിക്കാത്തൊരു ഫീലിംഗ് തന്നെയാണ് ഇപ്പം മുറ്റത്ത് എന്ന് പറഞ്ഞ് അടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു ഇഫ്താരി ഡ്രിങ്കാണ്. അതായത് മൊഹബ്ബത്ത് കാ ഷർബത്തില്ലേ, അതിലേക്ക് സാബുദാന ആഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് സ്ട്രോബെറിൻ്റെ ജെല്ലി, വാട്ടർമെലൺ ജെല്ലി ഇങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു കുട്ടികൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആദ്യം തന്നെ 3 ടേബിൾ സ്പൂണോളം വലിയ സാബുദാന ഇല്ലേ, അത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നോർമൽ വാട്ടറിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെന്തെന്ന് വെച്ചാൽ വാട്ടർമെലൺ ജ്യൂസാണ്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സേ ചെയ്തിട്ടുള്ളൂ, വെള്ളം കൂട്ടാതെ വത്തക്ക ജ്യൂസറിലിടുക. ഒരു 1/2 ടീസ്പൂണോ കുറച്ച് പഞ്ചസാര ഇടുക. പിന്നെ നമ്മൾ 10 ഗ്രാംസോളം ജെലാറ്റിൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഗ്ലാസ് വത്തക്കേൻ്റെ ജ്യൂസാണ് ഞാൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു 10 ഗ്രാംസ് ജെലാറ്റിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം വത്തക്കേൻ്റെ ജ്യൂസിലേക്ക് തന്നെ കുറച്ച് 10 ഗ്രാംസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു ടേബിൾ സ്പൂണോളൊന്നും വരില്ല കേട്ടോ, അതിനെ കുറച്ച് കുറഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ സോക്കായിട്ട് വരും. അപ്പം ജസ്റ്റ് ചൂടാക്കുക, മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ മൗൾഡിൽ ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനത്തെ മൗൾഡായാലും കുഴപ്പമില്ല. ഇത് മൊഹബ്ബത്ത് കാ ഷർബത്തായതുകൊണ്ടാണ് ഹാർട്ട് ഷേപ്പിലുള്ള മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാഗു സോക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് എടുക്കലാന്ന്. മീൻ വൈൽ മറ്റേ ബേണറിൽ നമ്മൾ പാൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ലിറ്ററോളം പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് ഞാൻ എപ്പോഴും പറയും ഷർബത്തിന് പാല് ചൂടാക്കിയിട്ട് യൂസ് ചെയ്യുക, അതാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലും ജെല്ലീസൊക്കെ വേറെ വേറെ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് പാലെടുത്തിട്ട് കോൺഫ്ലവർ ഒന്ന് സ്റ്റിർ ചെയ്തെടുക്കുക. എന്നിട്ട് അത് മുഴുവനായിട്ടുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക, നന്നായിട്ട് കലക്കി എടുക്കുക. 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ എന്തെന്ന് വെച്ചാൽ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റൂഹാബ്സ ആണല്ലോ. അപ്പോൾ റൂഹാബ്സേൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാം. ഡൈജസ്റ്റീവ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു ഷർബത്താണത്. പിന്നെ നമ്മൾ റൂഹാബ്സ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് കുറച്ച് കുറഞ്ഞതായിട്ട് തോന്നിയിട്ട് പിന്നെ ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും റൂഹാബ്സൊക്കെ ഓൾറെഡി മധുരം ഉള്ളതല്ലേ, പിന്നെ 4 ടേബിൾ സ്പൂണോളൊക്കെ പഞ്ചസാര വേണമെന്നുള്ളത്. അപ്പോൾ ജെല്ലീൻ്റെ സംഭവങ്ങളായതുകൊണ്ട് ജെല്ലി വാട്ടർമെലൻ്റെ ജെല്ലിയിൽ മാത്രമേ ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോളം അങ്ങനെ മാത്രമേ ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. മറ്റ് സ്ട്രോബെറീൻ്റെ ജെല്ലിയിൽ സ്ട്രോബെറീൻ്റെ ക്രഷ് ഉപയോഗിച്ചാണ് ചെയ്തത്. 20 ഗ്രാംസ് ജെലാറ്റിൻ സോക്ക് ചെയ്തിട്ട് സ്ട്രോബെറീൻ്റെ ക്രഷും മാത്രം ഇട്ടിട്ടാണ് ചെയ്തത്. ഓൾറെഡി സ്ട്രോബെറീൻ്റെ ക്രഷിന് മധുരം ഉണ്ടായതുകൊണ്ട് ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പം നമ്മുടെ അതൊക്കെ ഒരു എന്താ പറയുക ചപ്പ പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ റൂഹബ്സയിൽ കുറച്ച് മധുരം ആഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഈവൻ സാഗു ചപ്പയാണ്. അപ്പോൾ അതൊക്കെ ടാലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റൂഹബ്സ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂണോളം. അപ്പോൾ ഇതൊരു നല്ല ഡ്രിങ്കാണ്, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഓരോ വെറൈറ്റിയാണ്. പിന്നെ മൊഹബ്ബത്ത് കാ ഷർബത്തിൽ നമ്മൾ വാട്ടർമെലൺ അങ്ങനെ ക്യൂബ്സായിട്ട് മുറിച്ചിട്ടിടുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടി ജെല്ലിയാക്കി ഇടുന്നത്. പിന്നെ അതിൽ സാബുദാന ആഡ് ചെയ്യൂല, ഇതിൽ നമ്മൾ സാഗു ആഡ് ചെയ്യും, അത്രയും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ഡ്രിങ്കാണ്, എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പം പിന്നെ എല്ലാം അസംബിൾ ചെയ്യലാണ്, സാഗും പിന്നെ നമ്മുടെ ജെല്ലിയൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, സെർവ് ചെയ്യുക കേട്ടോ.
പിന്നെ എൻ്റെ അടുത്ത് 2 ആൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ നോമ്പ് പിടിപ്പിക്കാൻ ട്രൈ ചെയ്യുന്നതെന്ന്. അതിനുള്ള ആൻസർ എന്തെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ ഇല്ലേ വീട്ടിൽ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ആക്കുക. അതായത് എല്ലാവരും നോമ്പ് നോക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ കുട്ടികളുടെ മുമ്പിൽ കൊണ്ടുവരാം. മുതിർന്നവർ അവരുടെ മുമ്പിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സാഹചര്യം കൊണ്ടുവരാതിരിക്കുക ഒന്നാമത്തത്. പിന്നെ രണ്ടാമത്തെ എന്തെന്ന് വെച്ചാൽ നോമ്പിൻ്റെ മഹത്വങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പിന്നെ നോമ്പ് റിലീജിയസ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ നോമ്പ് പിടിക്കണം. ഡൈജസ്റ്റീവ് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോമ്പ് പിടിക്കണം. പിന്നെ നമ്മൾ ഫർളായ കാര്യമാണ്, പൊതുവേ കാണുന്ന ഒരു കാര്യമാണ്. നിസ്കാരം ഫർളാണ്, നോമ്പ് സുന്നത്ത് പോലെ. അതായത് ഇഫ് യു ആർ ഏബിൾ ടു ഡു വി ക്യാൻ. അപ്പം അങ്ങനെയല്ല, നോമ്പും നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണെന്ന് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു കാര്യം. പിന്നെ അവർക്കുള്ള ഉണ്ടാവുന്ന മടി മാറ്റിയെടുക്കാൻ എന്തെന്ന് വെച്ചാൽ, അവർക്ക് പൊതുവേ ഇഷ്ടമാണ് സ്നാക്സ്, ഡ്രിങ്ക്സ്, അതൊക്കെ മോർ ദാൻ മെയിൻ കോഴ്സായിട്ടുള്ള ഭക്ഷണങ്ങൾ. ഇപ്പം നമ്മുടെ ദോശയും കറിയും അല്ലെങ്കിൽ ബിരിയാണി, അതിനേക്കാളൊക്കെ അവർക്ക് ഇഷ്ടം സ്നാക്സും ഡ്രിങ്ക്സും പിന്നെ ഇങ്ങനത്തെ ഐസ്ക്രീംസും, ഇതൊക്കെയാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ ഇതുണ്ടാക്കാം എന്നുള്ള ആ ഒരു തോട്ട് അത് കൊണ്ടുവരാം. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുമല്ലോ അവർക്ക്, മനസ്സിലാവും നാളെ നോമ്പ് തുറക്കുമ്പോൾ ഇന്നതാണ് എന്നുള്ളത്. ഒരു ടെംപ്റ്റേഷൻ വരും നോമ്പ് പിടിക്കാനുള്ളത്. പിന്നെ വേറൊരു കാര്യം, മോസ്റ്റ്ലി എല്ലാവരും ചെയ്യുന്ന ഒരു എന്താ പറയുക വിഡ്ഢിത്തരം എന്ന് വേണമെങ്കിൽ പറയാം. ഹാഫ് നോമ്പ് പിടിക്കും, നാളെ 3/4 നോമ്പ് പിടിക്കും, പിന്നെ ഒരു നോമ്പാവും. നെവർ ഇറ്റ് വിൽ ഹാപ്പൻ. അങ്ങനെ ഒരു സംഭവം ഇല്ല. ഫാസ്റ്റിംഗ് യു ഹാവ് ടു ഡു ഫ്രം ഫജർ ടു മഗ്രിബ്. അങ്ങനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഹദീസിൽ പറഞ്ഞു കാണിച്ച കാര്യങ്ങളൊക്കെ ഇല്ലേ, പണ്ടൊക്കെ ഭക്ഷണം ഇല്ലെങ്കിലും കല്ല് വയറ്റിൽ കെട്ടി നോമ്പ് നോക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇത്രയെങ്കിലും അൽഹംദുലില്ലാഹ് ഇത്രയെങ്കിലും ഭക്ഷണം കഴിക്കാൻ അത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പ് പിടിക്കാതിരുന്നാൽ അത് ശരിയല്ലല്ലോ. അങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ മുത്താഴത്തിൻ്റെ സമയത്തൊക്കെ ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ഫുൾ ബോഡി ഡൈജഷന് വേണ്ടിയിട്ട് എടുത്താൽ രാവിലെ നമുക്കൊരു ടയേർഡ് ഫീലിംഗ് ആണ്, അത് ഒഴിവാക്കുക കേട്ടോ. ക്വാളിറ്റി ഇല്ല, ക്വാണ്ടിറ്റി കുറച്ചിട്ട് കഴിച്ചാൽ മതിയാവും. പിന്നെ നോമ്പ് പിടിക്കുന്നവനാണ് പെരുന്നാൾ എന്ന് അതും പറഞ്ഞു കൊടുക്കുക. എന്തെന്ന് വെച്ചാൽ, നോമ്പ് നോക്കിയാൾക്കേ പെരുന്നാളുള്ളൂ. നോമ്പ് നോക്കിയാലേ അള്ളാഹ് നല്ല ഡ്രസ്സും നല്ല സംഭവങ്ങളൊക്കെ പെരുന്നാളിന് തരുള്ളൂ എന്നുള്ളത് ആ ഒരു മൈൻഡ് സെറ്റ് കുട്ടികൾക്ക് കൊണ്ടുവരാം. അപ്പോൾ അവർക്ക് തോന്നും നോമ്പ് നോക്കിയൊക്കെ ആയിരിക്കും അള്ളാഹ് പെരുന്നാൾ നല്ലതായിട്ട് തരിക, നല്ല ഡ്രസ്സൊക്കെ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു തോട്ടിലും അവർക്ക് എന്താ പറയല് നോമ്പ് നോക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ കൂടും. പിന്നെ നോമ്പ് നോറ്റ പകൽ സമയങ്ങൾ അവരെ എന്തിലെങ്കിലും എൻഗേജ് ആക്കി വെക്കുക കേട്ടോ. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. ഇനിയിപ്പം നോമ്പിൻ്റെ കഞ്ഞിയില്ലേ, ഞാൻ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകം ഇട്ടിട്ടാണ് ചെയ്യൽ. പിന്നെ അപ്പോൾ അത് ഒന്നെന്നെ ആക്കുമ്പോൾ അവർക്ക് ബോറാവും. അതുകൊണ്ടാണ് പിന്നെ പാൽക്കഞ്ഞി ഇന്നുണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കൂടെ റാഗീൻ്റെ പുഡിങ് എന്ന് പറയുന്ന സംഭവമില്ലേ, അവർ പുഡിങ് എന്നാണ് പറയുക, റാഗി പുഡിങ് എന്ന്. അപ്പോൾ റാഗി കുറുക്കിയെടുത്തതും കൂടെ ആക്കിയിട്ടുണ്ട്. അത് ഒരു ഇൻട്രസ്റ്റിങ്ങിൽ അവർ കഴിക്കണമെങ്കിൽ അവർക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുത്താൽ ഓക്കെ ആവും. അപ്പോൾ ഇഫ്താറിന് ടൈം ആയിട്ടുണ്ട്. ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്, ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.